ദേശീയ പാതകളിലെ ടോൾ പിരിവിന് പുതിയ സമഗ്ര പരിഷ്കരണവുമായി രംഗത്തെത്തുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസ് സംവിധാനമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത്. 3000 രൂപ അടച്ച് ഒരു വർഷത്തെ യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന പദ്ധതി 2025 ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ദേശീയപാതകളിൽ ചെലവ് കുറഞ്ഞ യാത്രയ്ക്ക് സഹായമാകുന്നതിനാണ് ഈ വാർഷിക പാസ് സംവിധാനം ഒരുക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കാറുകൾ, ജീപ്പുകൾ, വാനുകൾ തുടങ്ങിയ പ്രൈവറ്റ് നോൺ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഒരു വർഷത്തേക്കല്ലെങ്കിൽ 200 യാത്രകൾ അനുവദിക്കുന്നതാണ് വാർഷിക പാസ് സംവിധാനം. കേന്ദ്ര സർക്കാരിൻ്റെ രാജ്മാർഗ് യാത്രാ ആപ്പുകളുടെ സഹായത്തോടെയോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെയോ വൈകാതെ തന്നെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനം ഉറപ്പാക്കുമെന്നും മന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിച്ചു. 60 കിലോമീറ്റർ ഇടവിട്ട് ടോൾ പ്ലാസകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുയരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് ഈ നീക്കം. ഹൈവേകളിൽ ഒറ്റ ഇടപാടിലൂടെ ടോൾ പേയ്മെന്റ് സാധ്യമാകുമെന്നും ഇതുവഴി ടോൾ പ്ലാസകളിലെ കാത്തിരിപ്പും സമയവും തിരക്കും കുറയ്ക്കാൻ സാധിക്കുമെന്നുമാണ് വിലയിരുത്തലുകൾ. ദശലക്ഷക്കണക്കിന് സ്വകാര്യ വാഹനങ്ങൾക്ക് ഏറ്റവും മികച്ച യാത്ര ഈ സംവിധാനത്തിലൂടെ സാധ്യമാകുമെന്നും മന്ത്രി അവകാശപ്പെടുന്നു. ഹൈവേകളിൽ തടസ്സമില്ലാതെയുള്ള യാത്രകൾ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് കഴിഞ്ഞ മാസമാണ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത്. 3000 രൂപയുടെ വാർഷിക പാസ് എടുക്കുന്ന വാഹനത്തിന് നാഷണൽ ഹൈവേകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അധിക ടോൾ നിരക്കുകൾ നൽകാതെ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യാനാകുമെന്നുള്ള കാര്യമാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാർഷിക ടോൾ സംവിധാനം ആവശ്യമില്ലാത്തവർക്കായി നിലവിലെ ടോൾ പ്ലാസയിലെ നിരക്കിന് പകരമായി 100 കിലോമീറ്ററിന് 50 രൂപ എന്ന നിരക്കിൽ ടോൾ ഏർപ്പെടുത്താനുള്ള സംവിധാനവും സർക്കാർ പരിഗണനയിലുണ്ട്. ഹൈവേ യാത്രകൾ ആയാസരഹിതമാക്കുന്നതിനായി ലൈഫ് ടൈം ഫാസ്ടാഗ് സംവിധാനം മുൻപ് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. 30,000 രൂപ നൽകി 15 വർഷത്തെ കാലാവധിയുള്ള ടോൾ സംവിധാനമായിരുന്നു അത്. എന്നാൽ വാർഷിക ടോൾ സംവിധാനത്തിന്റെ പ്രഖ്യാപനത്തോടെ ഇത് ഉപേക്ഷിച്ചതായാണ് വിലയിരുത്തൽ. മറുവശത്ത് മോശം സേവനം ലഭിക്കുമ്പോൾ ടോൾ നൽകേണ്ടതുണ്ടോ എന്ന കേരള ഹൈക്കോടതിയുടെ ചോദ്യവും പ്രസക്തമാവുകയാണ്. ടോൾ നൽകുമ്പോൾ തടസ്സമില്ലാത്ത യാത്രയ്ക്ക് അർഹതയുണ്ട്. അതുവരെ ടോൾ നിർത്തിവെക്കുകയാണ് വേണ്ടതെന്നും ഡിവിഷൻ ബെഞ്ച് വാക്കാൽ അഭിപ്രായപ്പെട്ടതും സമീപ ദിവസമാണ്. ദേശീയപാതയിൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടും പാലിയേക്കരയിൽ ടോൾ പിരിവ് തുടരുന്നതിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച്. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് കോടതി വിശദീകരണവും തേടി. നിലപാട് അറിയിക്കാൻ കേന്ദ്രം സമയം തേടിയതിനെ തുടർന്ന് ഹർജി 25ലേക്ക് മാറ്റി. ടോൾ പിരിവിനെതിരെ കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ദേശീയപാതയിൽ തൃശൂർ ഭാഗത്ത് പലയിടത്തും മേൽപ്പാതകളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണം നടക്കുന്നതിനാലാണ് യാത്ര ദുഷ്കരമായത്. പാത സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ ടോൾ നിർത്തിവെക്കാമെങ്കിലും ഗതാഗതക്കുരുക്കിന്റെ പേരിൽ ഇത്തരം നടപടിയെടുക്കാറില്ലെന്ന് കേന്ദ്രത്തിനായി ഹാജരായ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ വാദിച്ചു. എന്നാൽ കുരുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ലെന്നും നിർമ്മാണ ജോലികൾ കാരണമാണെന്നും കോടതി വ്യക്തമാക്കി.